വൈകല്യം മറന്ന് രാകേഷ് കുട്ടപ്പുന്ന താണ്ടിയത് 12,000 കിലോമീറ്റർ. ഇന്ത്യക്ക് പുറമെ നേപ്പാൾ, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളും സഞ്ചരിച്ച് തിരിച്ചെത്തിയ രാകേഷിന് ഓൾ കേരള വീൽചെയർ റൈറ്റ് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി കാഞ്ഞങ്ങാട്ട് വെച്ച് സ്നേഹാദരവും നൽകി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഷോഭിക വെഡിങ്സ്, ബിഗ് മോൾ, കാഞ്ഞങ്ങാട്, കോഴിക്കോട്, കൊയിലാണ്ടി ആൻഡ് കുറ്റ്യാടി. നട്ടലിന് ക്ഷതം സംഭവിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ 16 വർഷക്കാലമായി വീൽചെയറിൽ കഴിയുന്ന രാകേഷ് കുട്ടപ്പുന്ന തന്റെ നാനോ കാറിലാണ് ഇന്ത്യക്ക് പുറമെ നേപ്പാൾ, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങൾ ചുറ്റി സഞ്ചരിച്ചത്. 60 ദിവസം കൊണ്ട് 12,000 കിലോമീറ്റർ താണ്ടി തന്റെ ലക്ഷ്യം കൈവരിച്ച ഈ യുവാവ് ഇതിലൂടെ ഭിന്നശേഷി മേഖലയിൽ പുതിയ ചരിത്രം കുറിച്ചു. ഇതെല്ലാം കണക്കിലെടുത്താണ് മനക്കരുത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും പര്യായമായി മാറിയ ഈ അഭിമാന താരത്തിന് ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഓൾ കേരള വീൽചെയർ റൈറ്റ് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്നേഹാദരവ് നൽകിയത്. ജീവകാരുണ്യ പ്രവർത്തകനായ കാഞ്ഞങ്ങാട് വടകരമുക്കിലെ ഇബ്രാഹിം ബിസ്മിയുടെ വീട്ടിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് CCO നാസർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. എല്ലാവിധ അവകാശങ്ങൾക്കു വേണ്ടി പോരാടുകയും ഒട്ടുമിക്ക കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനും നമുക്ക് സാധിക്കാൻ പറ്റിയത് ഈ കൂട്ടായ്മയിലൂടെയാണ്. ഈ കൂട്ടായ്മയിൽ എല്ലാ ജില്ലയിലും ഉള്ള ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ എല്ലാ ജില്ലയിലും നമുക്ക് അംഗങ്ങളുണ്ടാവുകയും അത് ആവശ്യങ്ങൾ അധികൃതരെ അറിയിക്കുവാനും സാധിക്കുകയും ചെയ്തു. ഇങ്ങേയറ്റത്തുള്ള കാസർഗോഡ് ജില്ലയിൽ നിന്നും രാകേഷ് കുട്ടപ്പുന്ന ഒരു സ്വപ്നതുല്യമായ യാത്ര നടത്തിയത് തന്നെ ഒരുപക്ഷെ ഈ കൂട്ടായ്മയിലൂടെ ആർജിച്ചെടുത്ത ഒരു ധൈര്യമായിരിക്കാം. എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ഇങ്ങനെയുള്ള ഒരു യാത്ര പോവുക എന്നുള്ളത്. അത് രാകേഷിലൂടെ സാധിച്ചതിൽ നമുക്ക് അഭിമാനവുമുണ്ട്, സന്തോഷവുമുണ്ട്. രാകേഷ് കുട്ടപ്പുന്നയ്ക്കുള്ള സംസ്ഥാന കമ്മിറ്റിയുടെ പുരസ്കാരവും ഇദ്ദേഹം സമ്മാനിച്ചു. AKWRFന്റെ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റും സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമാണ് രാകേഷ് കുട്ടപ്പുന്ന. ഫെഡറേഷന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും രാകേഷിന് സ്നേഹോപഹാരം നൽകി. PS രാജേഷാണ് ഇത് സമ്മാനിച്ചത്. പൊതുയിടങ്ങളും കെട്ടിടങ്ങളുമെല്ലാം ഭിന്നശേഷി സൗഹൃദമാകേണ്ടുന്നതിന്റെ ആവശ്യകത പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് താൻ ഇങ്ങനെയൊരു യാത്ര നടത്തിയതെന്ന് പറഞ്ഞ രാകേഷ് കുട്ടപ്പുന്ന സഞ്ചാരത്തിനിടെയുണ്ടായ നല്ലതും മോശപ്പെട്ടതുമായ അനുഭവങ്ങളും വിവരിച്ചു. നമ്മളിപ്പോഴുള്ള ഭിന്നശേഷിക്കാര് പ്രധാനമായിട്ടും ഇങ്ങനെ യാത്ര ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യ ഒരു ഭിന്നശേഷി സൗഹൃദമല്ല. നമ്മുടെ ഏതൊരു പൊതുവായിട്ടുള്ള ഇടങ്ങള്, ഏതൊരു സാധാരണ ജനങ്ങൾ നടന്നു പോകുന്ന ഇടങ്ങൾ ഒരു വീൽ ചെയറും കൊണ്ട് ഇറങ്ങുന്ന ഒരു വ്യക്തിക്ക് അതിലൂടെ പോകാൻ പറ്റണം. അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ ഇവിടെ ഇല്ല എന്നുള്ളത്. ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രമേ വീൽ ചെയർ പ്രകടമായിട്ടുള്ള സ്ഥലങ്ങളുള്ളൂ. അപ്പൊ നമ്മളെപ്പോലുള്ള വീൽ ചെയർ കഴിയുന്ന ഭിന്നശേഷിക്കാരായിട്ടുള്ള ആൾക്കാർ നിരന്തരം ഇങ്ങനെ യാത്രകൾ ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ സർക്കാർ നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ. അതിനു വേണ്ടിയിട്ട് ഞാൻ മാത്രമല്ല, എന്നെക്കൊണ്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം അത് തന്നെയായിരുന്നു. നമ്മുടെ പൊതു ഇടങ്ങളെ ഭിന്നശേഷി സൗഹൃദമാക്കുക, എല്ലാ ഇടങ്ങളും റാമ്പ് സൗകര്യങ്ങൾ ഉണ്ടാവണം എന്ന് സർക്കാരിനും അതുപോലെ പൊതുജനങ്ങൾക്കും ഇടയിൽ ഒരു ബോധവൽക്കരണം എന്ന നിലയിലായിരുന്നു എന്റെ യാത്ര. പരിപാടിയിൽ ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാമചന്ദ്രൻ നീലേശ്വരം അധ്യക്ഷനായി. മൊയ്തീൻ പൂവെടുക്ക, ഇബ്രാഹിം ബിസ്മി, രാജ്മോഹൻ ഉണ്ണിത്താൻ MP സെക്രട്ടറി KP നിസാർ, ഡോക്ടർ ഷാനിൽ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. ഫെഡറേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് രാമകൃഷ്ണൻ മുല്ലച്ചേരി സ്വാഗതവും ജില്ലാ സെക്രട്ടറി സുനിൽ ബംഗളം നന്ദിയും പറഞ്ഞു. കാസർഗോഡ്, കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ വീൽചെയറിൽ കഴിയുന്ന അംഗങ്ങളും ഒപ്പം ഇവരുടെ കുടുംബാംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.